പങ്കെടുക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ദേവാലയത്തിലെ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുവാനും എന്നെ വിശ്വസ്തമാകുന്ന ഈ ശുശ്രൂഷയിലേക്ക് പങ്കുചേർക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനോടും ചുമതലക്കാരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട സജീവ് മാത്യുവിനെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൊച്ചു ബ്രാഹ്മണൻ, രണ്ട് മാതാക്കളുടെ കൈയിലെ അച്ഛന്മാരും ഒരുപോലെ വേണ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ള ഈ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഏത് ഇടവക എന്നുള്ളതിൻ്റെ ഒരു സെലക്ഷൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഇടവകാലവും എൻ്റെ യുവജന സഖ്യം മുതിർന്ന സ്നേഹിതൻ ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള പ്രിയപ്പെട്ട ജോൺ പ്രകാശ്, അദ്ദേഹമാണ് എന്നെ ഈ ഇടവക തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകമായി പ്രേരിപ്പിച്ചത്. പിന്നീട് കൊച്ചു എബ്രാമച്ചനായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, അവിടെ തീരുമാനം. ഞാൻ പറഞ്ഞു, തീരുമാനം കാര്യം സജീവച്ചനോടാണ് കളിക്കുന്നത്. ഇവിടുത്തെ വാക്ക് മാറ്റി ഞാൻ അവിടെ പോയാലും മാജിക്കുള്ള മനുഷ്യനാണ്. ഞാൻ തിരിച്ചെൻ്റെ നോർത്തകളിലോ എൻ്റെ ക്യാൻസസിലോ എൻ്റെ സെന്റ് ലൂയിസിലോ ചെല്ലാതെ പ്രത്യേക അയക്കാനായിട്ട് അച്ഛന് മാജിക്കിൻ്റെ പവർ, വാനിഷിൻ്റെ പവർ. അതുകൊണ്ട് എൻ്റെ സ്നേഹിതനും എൻ്റെ ഭവനങ്ങളും എൻ്റെ റിലേറ്റീവുമായിരിക്കുന്ന കൊച്ചു എബ്രാമച്ചനോട് പറഞ്ഞു, ഞാൻ അല്ലാതെ പ്രയർ മീറ്റിംഗ് അച്ഛനെ സഹായിക്കും. അങ്ങനെയുള്ള ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലാണ് ഞാനിന്ന് ഇവിടെ വരുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത്. അവസരം നൽകിയ 12 വർഷം ഞാൻ കൊച്ചു പൂർത്തീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സജീവത്തിന് 11 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു ഈ വലിയ ശുശ്രൂഷ. ഈ ശുശ്രൂഷയുടെ മാഹാത്മ്യം ദൈവജനത്തോടൊപ്പം ഏത് സമയത്തും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനും അവരോടൊപ്പം ആയിരിക്കാനും കഴിയുന്നതാണ് ഈ ശുശ്രൂഷയുടെ മാഹാത്മ്യം. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് സ്തോത്രം കരുതുകയും നമ്മളെ ഒരുമിച്ച് ദൈവം വഴി നടന്ന വിധങ്ങളെ ഓർത്ത് സ്തുതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തിരുവചന ധ്യാനത്തിനായി നമ്മെ തന്നെ ഒരുക്കാൻ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, തിരുവചനത്തിന്റെ എല്ലാ നടത്തിപ്പിനും കാരണമാണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ആരാധനയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ദൈവവചന ശുശ്രൂഷയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ വചനം ഞങ്ങൾക്ക് ദാനമായി നൽകുകയും നീയിൽ ആശ്രയിപ്പാണ്. അങ്ങയുടെ മഹത്തായ ദാനത്തിൽ അടിയുറച്ച് ജീവിപ്പാണ്. ഈ വചനങ്ങളിലൂടെയും ഈ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തത്തിലൂടെ ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥനയായിട്ട് തുടരുന്നു. നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് എടുത്തിരിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഭാഗമായി വായിച്ചു കേട്ട തിരുവചന ഭാഗമാണ്. ഇന്നത്തെ ഏതെങ്കിലും ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. The Gospel according to St. Luke, chapter 16, verses 19 to 31. There is a very nice parable narrated by Jesus Christ during his public ministry. We find this parable only in this Gospel, the Gospel according to St. Luke. When we study the Gospel according to St. Luke, we find that there is a journey motive narrated by the Gospel writer. What is this journey motive? We find Jesus as a unique teacher, moving to different places, meeting different people, healing them, teaching them, comforting them, guiding them according to the divine principles. So in this Gospel, we find the beautiful way of narrating Jesus' ministry through the journey motive. And this parable is narrated by Jesus Christ during his journey towards Jerusalem. Towards Jerusalem, he was moving to give himself as a divine sacrifice on the cross. ക്രൂശിലെ പരമയാഗമായി തീരുവാൻ, തന്നെ തന്നെ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ സഞ്ചരിക്കുന്ന കർത്താവിന്റെ യാത്രയുടെ ഭാഗമായി കർത്താവ് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപമകളിൽ ഒന്നാണ് ലാസറിന്റെയും ധനവാന്റെയും ഉപമ. ലാസറിന്റെയും ധനവാന്റെയും ഉപമ എന്തുകൊണ്ടാണ് ഇന്ന് സഭ നമുക്കായി നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഗോസ്പൽ പോർഷനായി എടുക്കുവാൻ കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ തീം തന്നെ അതിനെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ തീം എന്താണ്? ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിന്താ വിഷയം ദി ഹിൻഡ്രൻസ് ടു ദി കിങ്ഡം ഓഫ് ഗോഡ്. മലയാളത്തിൽ അല്പം കഠിനമായിട്ടുള്ള വ്യാഖ്യാനമാണ് ഇന്നത്തെ ചിന്താ വിഷയം. ദൈവരാജ്യത്തിന് വിഘാതമായ ആഡംബരവും ദൂതും. The
luxurious life that becomes hindrance to the blessing, to be a blessing in the kingdom of God. ദൈവരാജ്യം എന്ന് അത് അമേരിക്ക പോലോ ഇന്ത്യ പോലോ മിഡിൽ ഈസ്റ്റ് പോലോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ ലോകത്ത് കാണാൻ ഏതെങ്കിലും ഒരു രാജ്യം പോലെയാണ് അല്ല. ആരാണ് ഈ കിങ്ഡം ഓഫ് ഗോഡിന്റെ അധികാരി? God is the ruler of the kingdom of God. And what is kingdom of God? It is the coexistence of the creation with the divine creator. ഉന്നതനായ ദൈവത്തോട് ചേർന്ന സൃഷ്ടി ഉന്നതമായ ദൈവിക നീതിയിൽ വസിക്കുന്നതിന്റെ ഏറ്റവും മഹത്തായ അനുഭവമാണ് ദൈവരാജ്യം. അതുകൊണ്ട് അതിനെ വ്യക്തമാക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ച ഉപമകളിൽ ഒന്നാണ് ഇന്ന് നമുക്ക് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം, ധനത്തോടുള്ള അമിതമായ ആർത്തി, ധനത്തിലുള്ള ആശ്രയം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ദൈവത്തോട് ചേർന്ന് വളരുന്നതിൽ നമുക്ക് തടസ്സമായി തീരുന്നു. അതാണ് ഇന്ന് ഈ വിഷയം ചിന്തയ്ക്കായി ഈ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഇന്ന് ഗോസ്പൽ പോർഷനായിട്ട് വായിച്ചു കേട്ട പാസേജിൽ കാണുന്ന ഉപമയിൽ ചില പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ട്. 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അബ്രഹാം പിതാവ്, 2 ലാസർ എന്ന് പറയുന്ന ദരിദ്രനായ മനുഷ്യൻ, 3 ആരാണ്? 3 ആരാണ്? ഇമ്മാനുവേൽ. 3 ആരാണ്? അങ്ങനെ ഒരു മനുഷ്യന്റെ പേരുണ്ടോ? അങ്ങനെ ഒരു മനുഷ്യന്റെ പേരുണ്ടോ? ധനവാനായ മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യന്റെ പേരില്ലാതെ ധനവാനായ മനുഷ്യൻ. 3 ക്യാരക്ടേഴ്സ് ആണ് ഈ പാരബിൾ. Abraham, the patriarch, Lazarus, a poor man, and the other man without name, but it is said that he was a rich man. ഈ 3 കഥാപാത്രങ്ങളിലൂടെ വളരെ മനോഹരമായ കർത്താവ് നല്ല ഒരു പാരബിൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പാരബിളിൽ ചില adjectives ഈ 2 ക്യാരക്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. The adjectives itself narrates the condition of the characters. Adjectives, സ്വഭാവ സവിശേഷത, അവരെ കുറിച്ച് ഉപയോഗിക്കുന്ന adjectives അത് തന്നെയാണ് അവരുടെ അവസ്ഥയെ വിവരിക്കുന്നത്. ഒരാളെ കുറിച്ച് പറയുന്നു റിച്ച് ആണ്, മറ്റേ ആളെ കുറിച്ച് പറയുന്നു പൂർ ആണ്. ഒരാളുടെ പേര് ലാസർ എന്നാണ്, മറ്റേ ആളുടെ പേര് റിച്ച് എന്നുള്ള പേര് നൽകാതെ ഉള്ള അവസ്ഥയാണ്. ലാസർ എന്നുള്ള പേരിന്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ എൽ ആസ് എന്നാണ് അതിന്റെ അർത്ഥം. എൽ ആസ്. ഈ ലാസർ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കർത്താവ് ഉയർപ്പിച്ച ലാസർ എന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, ലാസർ എന്നുള്ള ഒരു കോമൺ നെയിം, അതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പേരാണ്. ലാസർ എന്നുള്ള പേരിന്റെ അർത്ഥം തന്നെ എൽ ആസ് എന്നാണ്. എൽ ആസ് എന്ന് പറഞ്ഞാൽ God has helped them. ദൈവം സഹായമായിരിക്കും. പക്ഷെ മറ്റേ ആളുടെ പേര് പോലും നൽകിയിട്ടില്ല. അതുകൊണ്ട് ആര് സഹായമായിരിക്കുന്നു എന്ന് നമുക്ക് അറിയത്തില്ല. ആളുടെ സവിശേഷത എന്താണ്? റിച്ച് മാൻ, റിച്ച്. രണ്ടാമത്തെ ആള് ലാസർ, എൽ ആസർ, പൂർ മാൻ, പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യൻ. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ആരാണ് ധനികൻ, ആരാണ് പാവപ്പെട്ടവൻ എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധനികനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ പോക്കറ്റിൽ എപ്പോഴും പണമുണ്ട്, അവന് വളരെ ഡെപ്പോസിറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല അവൻ ധനികൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവനെ ധനികനായി വിളിക്കുന്നതെന്ന് അറിയാമോ? He was self-righteous, he was always dependent on himself and he was self-confident. അവനെ തന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ. എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതെന്റേതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ആ റിച്ച്നെസ്സിനെയാണ് അവിടെ ചൂണ്ടിക്കാണുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടറിൽ കാണുന്നത് ലാസർ, എ പൂർ മാൻ. പൂർ മാൻ എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്കൊന്നുമില്ല, ഞാനിപ്പോ ചാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ചല്ല പൂർ മാൻ എന്ന് പറയുന്നത്. ദൈവമല്ലാതെ മറ്റാരും ആശ്രയമില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യൻ, അതിനെയാണ് പൂർണ്ണ ലൂക്കോസ് പറയുന്നത്. അല്ലാതെ rich doesn't mean that man is marked as a rich person because of his bank deposit, his earnings. Why this person is marked as a rich man? He was self-sufficient, he was self-confident, he was
സെൽഫ് ഡിപ്പെൻഡന്റ്. എനിക്ക് ആരുടെയും ഒന്നും വേണം, ഞാൻ ആക്കുന്നില്ല. പക്ഷേ ലാസർ എന്ന മനുഷ്യൻ പാവപ്പെട്ടവനാണ് എന്ന് പറയാൻ കാര്യം ദൈവമല്ലാതെ അവൻ ആരും ആശ്രയമാകില്ല. There was nobody other than God to take care of his situation. അതുകൊണ്ടാണ് പൂർണ്ണ പറഞ്ഞത്. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ പാവപ്പെട്ടവൻ ധനികൻ എന്നുള്ള വേർതിരിവ് നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണക്കാരനായ പാവപ്പെട്ടവനെ ലൂക്കോസ് പറയുന്നത് ധാരാളം പറയാമോ? അരിമത്തക്കാരനായ യോസഫ് സമ്പന്നനായ മനുഷ്യനാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു കല്ലറ വാങ്ങുവാനായിട്ട് ധനം കൊടുത്ത മനുഷ്യനാണ്. അവൻ സമ്പന്നനാണ്, ദരിദ്രനാണ് എന്ന് ലൂക്കോസ് പറഞ്ഞ് ആ സുവിശേഷം അവസാനിപ്പിക്കുന്നില്ല. അവൻ പാവപ്പെട്ട മനുഷ്യനാണ്. ബിക്കോസ് അവന് മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിംഗ് ഉണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, എനിക്ക് നിങ്ങൾക്കുള്ള കറൻസിയുടെ പേരിലല്ല ദൈവം എന്നെ നിങ്ങളെ വിലയിരുത്തുന്നത്. എനിക്ക് നിങ്ങൾക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പേരിലല്ല എന്നെ നിങ്ങളെ ദൈവം വിലയിരുത്തുന്നത്. ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരണമെങ്കിൽ തീർച്ചയായും ഉന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ നിങ്ങളുടെയും ഡെപ്പോസിറ്റ് കണ്ടെത്തുവാൻ സാധിക്കും. ആ സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ മുമ്പിൽ താഴെടുപ്പാൻ സാധിക്കും. 3 കാരണങ്ങളാണ് ഈ പാരബിൾ പറയുമ്പോൾ കർത്താവ് ഈ മനുഷ്യൻ, ഈ 2 ക്യാരക്ടേഴ്സിൽ, ഒരാൾ അബ്രഹാം പിതാവിന്റെ മടിയിലും ഒരാൾ കത്തുന്ന ഈ ജ്വാലയിലും തള്ളപ്പെടുവാൻ കാരണം. ഒന്ന് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നെഗ്ലിജൻസ്. ഈ മനുഷ്യൻ, ധനികനായ മനുഷ്യൻ, അവന്റെ നെഗ്ലിജൻസ് ഏറ്റവും കഠിനമായ കുറ്റമാണ്. ദൈവിക നായകന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യന് എന്താണ് നെഗ്ലിജൻസ് കാണിച്ചതെന്ന്, അവന്റെ വീടിനടുത്ത് പുഴുവരിച്ച് വ്രണം പൊട്ടി നായ്ക്കൾ നടത്തുന്ന വ്രണത്തോടുകൂടി കിടന്ന മനുഷ്യന് ഒരു നേരത്തെ ആഹാരം പോലും, ഒരു ബർത്ത്ഡേയുടെ കേക്ക് പോലും കൊടുത്ത് അവന് ജീവിതത്തിന്റെ ഒരു മകൻ പോലും പങ്കുവെക്കുവാൻ കഴിയാത്ത മനുഷ്യൻ. നെഗ്ലിജൻസ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്. കൺവെന്റിൽ കിടക്കുന്നവർ, കൺവെന്റിൽ ദുഃഖമനുഭവിക്കുന്നു, സഹായമില്ലാത്തവർ, അവനെ മറികടന്നുകൊണ്ട് പോയി വരുന്ന ഒരു പങ്കുകൾ ഇത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവജനം പറയുന്ന ഒന്നാമത്തെ കുഴപ്പം, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ഞാനും നിങ്ങളും പ്രവേശിപ്പാനായിട്ട് എന്നെ നിങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒന്നാമത്തെ കുഴപ്പം നെഗ്ലിജൻസാണ്. എത്ര ഒരു 60 വയസ്സുള്ള ഒരു മാതാമക്കാരൻ ഇങ്ങനെ കുലുക്കി അയാളുടെ ചെവിയിലൂടെയും തലയിലൂടെയും എത്ര പ്രസംഗമായിരുന്നു കാണിക്കുന്നത്. ഇത്രയും പ്രസംഗം കേട്ടിട്ടും, ഇത്രയും വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടും, ഇത്രയും ദൈവിക കൂട്ടായ്മകൾ പങ്കെടുത്തിട്ടും ഞാൻ നിങ്ങൾ നെഗ്ലിജൻസ് ആണ് നമ്മുടെ ട്രേഡ് മാർക്ക് ചെയ്യുന്നത്. No, you are not going to escape in the court of God. According to the divine justice, it is the greatest sin. അതുകൊണ്ട് ഏറ്റവും വലിയ പാപം, ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിൽ എന്നെ നിങ്ങളിൽ ദൂരെയാക്കി കളയുന്ന ഏറ്റവും വലിയ പാപമാണ് നെഗ്ലിജൻസ്. കൺവെന്റിൽ കിടക്കുന്നവരെ സഹായിക്കാതെ, ആഡംബരത്തിൽ സുഖിച്ചു കുളച്ച് ധൂമ വസ്ത്രങ്ങൾ ധരിച്ച് തനിക്ക് ഉള്ളതെല്ലാം തന്റേതാണ് എന്ന് ചിന്തിച്ച മനുഷ്യൻ. രണ്ടാമതായിട്ട് വെൽത്താണ് ഇവിടെ കാണുന്ന ഒരു വലിയ ഹിൻഡ്രൻസ്. വെൽത്ത് ഒരു അനുഗ്രഹം തന്നെ അല്ലേ? വെൽത്ത് എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ നിങ്ങളും എത്രയോ പ്രാവശ്യം ഒരല്പം, ഒരു ചെറിയ തോതിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് നമുക്ക് വളരെയേറെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുവാനോ അനുഗ്രഹം പ്രാപിക്കാനോ നമുക്ക് സാധിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹമാണ്. പക്ഷെ ഈ അനുഗ്രഹം എന്റെ നിങ്ങളുടെയും സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന് തടസ്സമായിട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കുള്ളത് ഇതെന്റെ സ്വന്തം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നമില്ല. ഐ സ്പെഷ്യലിസ്റ്റുകളുടെ ലോകമാണ് ഇന്നത്തെ ലോകം. എന്താണ് ഐ സ്പെഷ്യലിസ്റ്റ്? കണ്ണിന്റെ ഡോക്ടർമാരുണ്ട് എന്നുള്ളത്. ഐ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി നമ്മള് ആൽഫബറ്റ്സ് പഠിക്കുമ്പോൾ എല്ലാ അക്ഷരവും വളച്ചു പിടിച്ച് നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതി കൊടുത്തില്ല എങ്കിൽ സാറിന്റെ വഴക്കില്ല. ഇവിടുത്തെ കാര്യമല്ല, നമ്മൾ കേരളത്തിലൊക്കെ തിരിച്ചു പോകും. പക്ഷെ ഐ എഴുതുമ്പോൾ നമുക്ക് തല്ലിട്ടാണ് കാര്യം എന്താണ്? വളക്കുകയും ചെയ്യില്ല, ഒടിക്കുകയും ചെയ്യില്ല. അതിനൊക്കെ ഒറ്റ പരവശം. ഈ ഐ എന്ന് പറയുന്നതാണ് ആൽഫബറ്റുകളിൽ വളയാത്തത്. ഈ ഐ എന്ന് പറയുന്നത് ഭാവിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറി
യേശു എൻ്റെ ഉള്ളിൽ വന്ന നാളിൽ എന്ത് മാറ്റമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ആത്മൻ ആയി എൻ്റെ ഉള്ളിൽ വന്നപ്പോഴേക്കും ഞാൻ ആളെന്നാണ്. പിന്നെ ഞാനാണ് എനിക്കുള്ളത് എന്ത് വേണം എന്നുള്ള ഭാവം. അതുകൊണ്ട് ധനം എന്ന് പറയുന്നത് ദൈവം നൽകിയ അനുഗ്രഹം. പക്ഷെ ഇവിടെ പറയുന്നു ധനവാനായ മനുഷ്യന് സ്വർഗരാജ്യത്തിന്റെ സന്തോഷം നിഷേധിക്കപ്പെടുകയാണ്. എന്താണ് കാരണമെന്ന് അറിയാമോ? അവന് കിട്ടിയ ധനം ഇതെന്റേതാണ്, എനിക്കുള്ളതാണ്, ഞാൻ അനുഭവിക്കും, ഞാൻ സന്തോഷിക്കും. Make merry, be happy, because tomorrow we don't know what is going to happen. Epicureans is that. അതുകൊണ്ട് രണ്ടാമത്തെ തടസ്സം അതാണ് കാണുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഫെയ്ത്ത് ഉണ്ട്. ഈ മനുഷ്യർക്ക് രണ്ടുപേരും ദൈവവിശ്വാസികൾ തന്നെയാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നതും ഒരു വലിയ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ദാനമാണ് ഫെയ്ത്ത്. അല്ലാതെ ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനമല്ല. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ് എനിക്ക് നിങ്ങൾക്ക് ഫെയ്ത്ത് ഉള്ളത്, വിശ്വാസമാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള ഫെയ്ത്ത് ഉണ്ടായിട്ട് പോലും ദൈവത്തെയും സഹോദരനെയും കാണാൻ കഴിയാതെ പോയ ഹതഭാഗ്യനായ മനുഷ്യനാണ് ഈ ധനവാനായ മനുഷ്യൻ. അതുകൊണ്ട് മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത് ഫെയ്ത്ത് തന്നെ ശരിയായ ഇമ്പച്ചർ ഫെയ്ത്ത് ആയിട്ട് പോയത് കൊണ്ട് തന്റെ മരണശേഷം കത്തുന്ന തീജ്വാലയിലേക്ക് തള്ളപ്പെടുന്ന ഈ മനുഷ്യൻ. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, നെഗ്ലിജൻസ്. തന്റെ കൺമുമ്പിൽ കിടക്കുന്ന ഈ മനുഷ്യനെ അവഗണിച്ച ഈ ധനവാനായ മനുഷ്യൻ കൺമുമ്പിൽ കിടക്കുന്നവരാണ്. കാര്യം അതുകൊണ്ടാണ് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അവൻ അബ്രഹാമിന്റെ പിതാവ് മടിയിൽ ഈ ദരിദ്രനായ മനുഷ്യൻ കിടന്ന് മരിച്ചതിന് ശേഷം വന്നപ്പോൾ അവനെ കണ്ടിട്ട് പറയുന്നത്, ലാസർ എന്റെ നാവിന്മേൽ അല്പം വെള്ളം നനയ്ക്കാൻ. അതാണ് ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ്, ലാസറിന്റെ ബ്രദേഴ്സിന്റെ അടുത്ത് പോയി ഈ സുവിശേഷം ഒന്ന് അറിയിക്കണം, ഈ നല്ല കാര്യങ്ങൾ അറിയിക്കണം. ലാസർ എന്നുള്ള പേര് ഉപയോഗിക്കും. ആ പേര് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം ലാസർ എന്ന് പറയുന്നത് തന്റെ വീടിന് അടുത്തുണ്ടായിട്ട് നെഗ്ലക്ട് ചെയ്തതെന്ന്. അവനുമായിട്ട് യാതൊരു തരത്തിലും ലാസർ ഭക്ഷിച്ചത് എന്താണ് അറിയാമോ? ചിലരൊക്കെ ഈ ടോപ്പിക് എടുക്കുമ്പോൾ ചിലർ പറയും അവന് ആഹാരം കൊടുത്തത്. അല്ല, അവൻ ആഹാരം കൊടുത്തില്ല. അവന്റെ മേശയിൽ നിന്ന് വേസ്റ്റുകൾ, ഈ ട്രാഷ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ ട്രാഷ് ബാഗിൽ എന്തെങ്കിലും താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് ലാസറിന്റെ മിടുക്കുകൊണ്ട് അവന്റെ മുട്ടുകാലിൽ ഇറങ്ങി പോയി അതെടുത്ത് ഭക്ഷിച്ചു എന്നാണ്. അല്ലാതെ ഒരിക്കലും പറഞ്ഞില്ല ഈ ധനവാനായ മനുഷ്യൻ ഇന്ന് നിനക്ക് ഒഴിക്കുന്നു ഒരു കുതിച്ചോറ് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് നെഗ്ലിജൻസ് ഭയങ്കരമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു അവന്റെ wealth is of course a blessing of God. Health is another blessing. പക്ഷെ ഈ വെൽത്ത് കൊണ്ട് തനിക്ക് ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് പോകുവാൻ സാധിച്ചില്ല. അത് രണ്ടാമത്തെ പരാജയമാണ്. മൂന്നാമത്തെ പരാജയം വളരെ ഭക്തനായ മനുഷ്യനാണ്. അബ്രഹാം പിതാവിലേക്ക് അറിയാവുന്നതാണ്. ഭക്തനായ മനുഷ്യനാണ്. ഞാനും നിങ്ങളും എത്രയാണ് ദൈവവചനം കേൾക്കുന്നത്, എത്ര പ്രാവശ്യമാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്. If our faith is not proper or disciplined, don't think that we are also going to inherit the kingdom of God. ഞാൻ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അവകാശങ്ങളായി തീരും എന്നുള്ളത് പിന്നെ മൂഢസ്വപ്നമായിട്ട്. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിന്തകൾക്കാണ് സ്തോത്രം. ലാസറിന്റെയും ധനവാന്റെയും വിഭവം അത് ദയവായി ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ആ പാരകൾ മുഴുവൻ ഒന്നുകൂടെ വായിക്കും. Same Luke chapter 68 verses 19 to 30. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാരകൾ. ഞാൻ നിങ്ങളും ദൈവരാജ്യത്തിന്റെ അവകാശമായി തീരുവാൻ എത്ര പാടുപെട്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. എന്നാൽ എന്തൊക്കെയാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബ്ലോക്സ്, എന്തൊക്കെയാണ് എന്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഹിൻഡ്രൻസ്? Please praise out that, correct it, go with Jesus, journey in Jesus. യാത്ര ചെയ്യുന്നവരായ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതുകൊണ്ട് ഈ വലിയ ഭാഗ്യ അനുഭവം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്ത് സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിൽ നിത്യമായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ.